പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത ഉള്ള ഗ്രഹം ശുക്രൻ, അസുരാചാര്യൻ. ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സുഹൃക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാര പഥം കേവലം 26 ദിനങ്ങൾ മാത്രമാണ്. സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് 1 മാസം 45 ദിവസമൊക്കെയാണ്. ഇവിടെ 26 ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ. ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, സ്ത്രീ, ഗേൾ ഫ്രണ്ട്സ്, ഭൗതിക സുഖം, സെക്സ്, ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ്. പാട്ട്, സംഗീതം, തൗരിത്രികം, സംഗീത ഉപകരണങ്ങൾ, അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും, വാങ്ങലും കൊടുക്കലും വ്യാപാരവും, ഗാംബ്ലിംഗ്, ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 കർക്കടക മാസം 10-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 26-ാം തീയതി. ജൂലൈ 26-ാം തീയതി കാലത്ത് 9 മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്നും 26 ദിനങ്ങൾ മിഥുന രാശിയിലാണ്. പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ്. നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനേ. മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യകരഃ, രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നെന്ന് പറയുന്നു. കലാവിത്, കലയെ അറിയും. കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി. ഗേയവാദ്യകലാസു നിപുണഃ, പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി. അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു. അതിനാൽ പാട്ടുകാർ, കലാകാരന്മാർ, ഗായകർ, നർത്തകർ, ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും. പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലോട്ടറി ലക്ക് വരും. ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ, ധനാധിപനായ ശുക്രനാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ധാരാളം കാശ് വരും. ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. ലോട്ടറി, ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. അതിനാൽ വളരെ സൂക്ഷിച്ച ഒരു രാശിക്കാരുടെയും ഫലം നാം പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി. ഇവിടെ മകരൻ രാശിക്കാർക്ക് എവിടെ നിൽക്കുന്നു ശുക്രൻ? 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ എന്നുകൂടി നിങ്ങൾ അറിയണം. ശുക്രൻ 5-ാം ഭാവാധിപനാണ്. എന്താണ് 5-ാം ഭാവം? പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമപി ചിന്ത്യം. ഇവിടെ 5-ാം ഭാവാധിപൻ ഈ മേൽപ്പറഞ്ഞ തൻ്റെ ബുദ്ധി, വിവേകം, തൻ്റെ സന്താനങ്ങൾ, തൻ്റെ മന്ത്രിപ്പണി, മന്ത്രിജോലി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രനാണ് 6-ാം ഭാവത്തിൽ ശത്രുവായി നിൽക്കുന്നത്. 6-ാം ഭാവം ശത്രുഭാവമാണ് അവിടെ നിൽക്കുന്നത്. അതിനാൽ ഇവിടെ ശ്രദ്ധിക്കണം. മക്കളുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ അത് നോക്കണം. കുട്ടികൾക്ക് പഠന വൈകല്യങ്ങൾ വരാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, മകരൻ രാശിയിലെ കുട്ടി പെട്ടെന്ന് പഠനം മതിയാക്കി തിരിച്ചു വരിക, ഒരു കാരണവുമില്ല. സന്താനങ്ങളെ കൊണ്ട് വിമ്മിഷ്ടങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ തനിക്ക് ബോധിക്കാതിരിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ സന്താനങ്ങളുമായി പാടില്ല. മകരൻ രാശിക്കാർ മക്കൾക്ക് വേണ്ടി, അവരുടെ വിഷയത്തിന് വേണ്ടി, ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി നല്ല അസലായി സരസ്വതി ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യണം, സരസ്വതി പൂജ ചെയ്യുക. അപ്രകാരം പഠനത്തിനുള്ള അവരുടെ പ്രയാസങ്ങൾ, മാനസികമായ പലപ്പോഴും സമ്മർദ്ദങ്ങൾ വന്ന് പഠനം അവർക്ക് തുടരാൻ കഴിയില്ല. അകാരണമായ ടെൻഷൻസ് വരാം, ഭയം വരാം. ആ ഭയ ആശങ്കകൾ
26 ദിവസം വളരെ ശ്രദ്ധിക്കണം. അടുത്ത രാശിയിലേക്ക് വരും വരെ, കർക്കിടക രാശിയിലേക്ക് വരും വരെ വളരെ ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. പലപ്പോഴും തൻ്റെ ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ അങ്ങേയറ്റം ശത്രുക്കൾ ഉണ്ടാവുക. 5-ാം ഭാവം മന്ത്രഭാവമാണ്, മന്ത്രോപദേശിക്കുന്ന ഭാവമാണ്. ആ മന്ത്രപതി 6-ൽ വരുമ്പോൾ തൻ്റെ മന്ത്രം തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഉപദേശിക്കുമ്പോൾ അതിൽ പാളിച്ചകൾ വരിക, അപ്രകാരം ജോലി നഷ്ടപ്പെടുക, ബോസ് തൻ്റെ ശത്രുവാവുക. അതിന് പുറമെ ഇവിടെ ശ്രദ്ധിക്കണം, മകരൻ രാശിക്കാർക്ക് 10-ാം ഭാവാധിപനാണ് ശുക്രൻ, കർമാധിപനാണ്. അതാണ് ശത്രുസ്ഥാനത്ത് വരുന്നത്. 6-ൽ ശുക്രൻ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ചമത്കാര ചിന്താമണിയിൽ സദാ ദാനിവേജ്യേ സുധാസിത്ത് ശത്രുഹോ വേ ശത്രുഗോച്ച ഉത്തമോദോ ഭവേദാം. അങ്ങേയറ്റം ശത്രു വരും, അമൃതിൽ കുളിച്ച് ശത്രു വരും. അതിനാൽ ശത്രുവിനെ വളരെ ഭയപ്പെടണം. നിർബന്ധമായും ഈ 26 ദിവസങ്ങൾക്ക് വരുന്ന 3 വെള്ളിയാഴ്ചക്കാലം നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാര കുരുതി ചെയ്യണം. നാളികേരം കൊണ്ട് മുട്ടറക്കണം, നിർബന്ധമായും ചെയ്യണം. ഈ സമയത്ത് നന്നായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. ശത്രു നാശത്തിന് ഏറ്റവും നല്ലതാണ്. 3 തവണ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയാണെങ്കിൽ ശത്രു മുഴുവൻ നശിക്കുമെന്നാണ് പറയുന്നത്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വര പൂജിതേ ശംഖചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഇപ്രകാരം ശത്രുവിനെ നശിപ്പിക്കുവാനുള്ള മന്ത്രം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് നീങ്ങണം. ശത്രു നമ്മെ വളരെയധികം ഭയപ്പെടുത്തും. വിപദ്യേത സമ്പാദിതം ചാപികൃത്യം. വളരെ സമ്പാദിച്ച കർമ്മങ്ങളൊക്കെ നശിച്ചു പോകുന്നു, ധനം നശിച്ചു പോകുന്നു. തപോൻ മന്ത്രത പൂജ്യസൗഖ്യം നദത്തേ. മന്ത്രം തനിക്ക് ബുദ്ധിമുട്ടാകും. അതിനാൽ പലപ്പോഴും മന്ത്രപതി 6-ൽ നിൽക്കുമ്പോൾ തൻ്റെ മന്ത്രം പോലും പാളിപ്പോകും. അത് ദേവാലയത്തിലെ തിരുമേനിമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. തെറ്റി മന്ത്രം ഉച്ചരിച്ചു പോകും. പലപ്പോഴും എക്സ്പേർട്ടുകൾ പോലും ബുദ്ധിമുട്ടാകും. ഇവിടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് പരിണത പ്രജ്ഞനായ ഒരു ആങ്കർ സഖാവ് വി എസ് മരിച്ചു എന്നതിന് പകരം പിണറായി വിജയനെയാണ് അദ്ദേഹം വധിച്ചത് എത്രയോ തവണ. അതാണ്, മന്ത്രം പാളിപ്പോകും. തൻ്റെ മന്ത്രമെന്നാൽ വെറും മന്ത്രം മാത്രമല്ല, താൻ എന്താണോ അഭ്യസിച്ചത് ആ അഭ്യസിച്ചത് പാളിപ്പോവുക. പരിണതപ്രജ്ഞനായ ആ വ്യക്തി അങ്ങേയറ്റം എന്തായി അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മങ്ങലേറ്റില്ലേ? ഏത് രീതിയിലാണ്? ലക്ഷക്കണക്കിന് അഥവാ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ചാനലിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ മുഴുവൻ നശിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. അത് അധ്യാപകരായാലും മന്ത്രവാദികളായാലും ഉപദേശികളായാലും ഒക്കെ തന്നെ ശ്രദ്ധിക്കുക. മകരൻ രാശിക്കാർക്ക് മന്ത്രത്തിൽ പാളിച്ചകൾ വരും, ശ്രദ്ധിക്കണം. താൻ പറയുന്ന വിഷയത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും, നാളെ അത് തനിക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടും, ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ ഞാൻ പറഞ്ഞു വലിയ ശത്രുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. പൂജ്യസൗഖ്യം ന ധത്തേ. പൂജിക്കപ്പെടേണ്ട ആളുകളിൽ നിന്നും അല്ലെങ്കിൽ ആളുകളെ തനിക്ക് ബഹുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനാൽ തൻ്റെ ഗുരുവായാലും തൻ്റെ പിതാവായാലും പ്രായമുള്ളവരായാലും അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് 26 ദിവസം പോകേണ്ട, അവരുമായി തർക്കത്തിലേക്ക് പോകേണ്ട, അവരുടെ അപ്രിയം ശത്രുത മകരൻ രാശിക്കാർ വാങ്ങേണ്ട. ഇവിടെ ശാരീരികമായി ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ശരീരത്തിന് വളരെയധികം ഡയാലിസിസുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, ഷുഗർ 2-ാം നിലയിലേക്ക് വരിക, ഇങ്ങനെ പാദങ്ങൾക്ക് വലിയധികം ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ വരും. സ്വർണ്ണാഭരണങ്ങൾ നശിച്ചു പോകുന്ന സമയമാണ്. അതിനാൽ സ്വർണം ശ്രദ്ധിക്കണം. ഒരു കാരണവുമില്ലാതെ അവിടെയും ഇവിടെയും സ്വർണം വെച്ച് അല്ലെങ്കിൽ ആഭരണം വെച്ച് ധനം വെച്ച് അതിൻ്റെ പിറകെ ഓടിപ്പോകേണ്ടുന്നൊരവസ്ഥ വരും, ധാരണക്കുറവ് വരും. അതിനാൽ സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ മുതലായവ ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ സ്വർണ്ണ പാദസരം, വെള്ളി പാദസരമൊക്കെ നഷ്ടപ്പെടും. ഒരിക്കലും സ്വർണ്ണ പാദസരം ഉപയോഗിക്കാൻ പാടില്ല തന്നെ. പാദേ സരതി ഇതി പാദസരഹ, കാലിൽ ഇഴയുന്നതാണ്, അത് സർപ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരിക്കലും സ്വർണ്ണ പാദസരം ധരിക്കാൻ പാടില്ല. വെള്ളി പാദസരം നല്ലതാണ്, അഷ്ടധാതുക്കളിലുണ്ടാക്കാം, പഞ്ചധാതുക്കളിലുണ്ടാക്കാം. പക്ഷേ സ്വർണ്ണ പാദസരം അഡ്വൈസബിൾ അല്ല. എൻ്റെ പ്രേക്ഷകർ തിരിച്ചറിയണം. നന്നായി പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുമ്പോൾ ശത്രുക്കളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടും. ശ്രദ്ധിച്ചാൽ മതി. നമസ്തേ.